ഇലക്ടറൽ ബോണ്ട് വിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജി തള്ളിയത്. B ബാലഗോപാൽ ചേരുന്നു. ബാലു, എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇലക്ടറൽ ബോണ്ട് വിധി പുനഃപരിശോധിക്കണം എന്ന ആവശ്യം സുപ്രീം കോടതി തള്ളുന്നത്? കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന ഉത്തരവ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച്, 5 അംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചത്. ഇതിനെതിരെ മാത്യൂസ് നെടുമ്പാട് ഉൾപ്പെടെ നൽകിയിരിക്കുന്ന പുനഃപരിശോധനാ ഹർജിയാണ് സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഈ പുനഃപരിശോധനാ ഹർജി പരിശോധിച്ചുവെന്നും തങ്ങളുടെ മുൻ ഉത്തരവിൽ യാതൊരു തരത്തിലുള്ള പിഴവും ഇല്ല എന്നുമാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, BR ഗവായി, JB പർഡിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചേംബറിൽ പരിഗണിച്ചതിന് ശേഷമാണ് ഈ പുനഃപരിശോധനാ ഹർജി ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. B ബാലഗോപാൽ ഡൽഹിയിൽ നിന്നാണ് ഈ വിവരങ്ങൾ നൽകിയത്.